അലീന വൈജയന്തിയുടെ അടുത്തേക്ക് സത്യങ്ങൾ പറയാനായി വരുവാണ്. എടി, നിന്നെ കാണുന്നതുപോലും എനിക്കിഷ്ടമല്ല. നിന്നെ ആര് പ്രസവിച്ചാലും എനിക്കെന്താടി? നീ എന്റെ കുടുംബത്തിൽ നിന്നും ഒഴിഞ്ഞു പോയല്ലോ, അത് മതി എനിക്ക്. ഇനി നിന്നെ എന്റെ കൺമുന്നിൽ പോലും കണ്ടേക്കരുത്. നീ അനാഥയാണ്. ബാലചന്ദ്രന്റെ മകളല്ല നീ എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. പിന്നെ നീ എന്തിനാടി എന്റെ ഭർത്താവിന്റെ അടുത്ത് ഇത്ര അധികാരത്തോടെ സംസാരിക്കുന്നെ എന്ന് ചോദിച്ച് വൈജയന്തി അലീനയോട് ദേഷ്യപ്പെട്ടു. ഞാൻ അനാഥയല്ല അമ്മേ. റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിന്റെയും ബാങ്ക് ഉദ്യോഗസ്ഥ വൈജയന്തിയുടെയും മകളാ ഞാൻ. ആഗ്രയിൽ വെച്ച് അമ്മയ്ക്ക് സംഭവിച്ചതൊക്കെ ഞാൻ അറിഞ്ഞു. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്ന് അലീന പറഞ്ഞു. അത് കേട്ട് വൈജയന്തിക്ക് ആകെ ഷോക്കായി നിൽക്കുവാണ്. എന്താ അമ്മേ, നിങ്ങൾക്കിപ്പോ ഒന്നും പറയാനില്ലേ? ഞാൻ നിങ്ങളുടെ മോളാണെന്ന് പറഞ്ഞിട്ടും അമ്മയ്ക്ക് ഒരു പ്രതികരണവും ഇല്ലല്ലോ എന്ന് അലീന ചോദിക്കുവാണ്. എടി, നീ ആഗ്രയിൽ വെച്ച് നടന്ന എന്റെ കഥകള് ആരിൽ നിന്നോ അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വന്നതല്ലേ നീ? ആഗ്രയിൽ വെച്ച് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു, അത് സത്യമാണ്. എന്നാൽ ഞാൻ പ്രസവിച്ച ആ കുഞ്ഞ് ഇന്ന് ജീവനോടെ ഇല്ല. പിന്നെ നീ എങ്ങനെ എന്റെ മോളായിട്ട് വരും? എന്റെ പഴയ കഥകള് നിനക്കെന്റെ വീട്ടിൽ വന്ന് പറയാനുള്ള ഉദ്ദേശമാണോ? അല്ലെങ്കിൽ നീ എന്റെ വീട്ടിൽ കയറി പറ്റാൻ വേണ്ടിയാണോ? ആ പ്ലാൻ ഒന്നും ഇനി നടക്കില്ല എന്നു പറഞ്ഞ് വൈജയന്തി അവളോട് കയർക്കുവാണ്. മതിയമ്മേ, ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കില് ഇനി എനിക്കൊന്നും പറയാനില്ല. ഒരിക്കൽ അമ്മ ആരിൽ നിന്നെങ്കിലും ഈ സത്യം അറിഞ്ഞോളും. അപ്പം മോളേന്ന് വിളിച്ച് എന്റെ പിന്നാലെ വന്നു പോവരുത്. ഇനി ഇങ്ങനൊരു മകള് അമ്മയ്ക്കില്ല. എനിക്കിങ്ങനൊരു അമ്മയും വേണ്ട എന്നു മറുപടി കൊടുത്ത് അലീന ഇറങ്ങിപ്പോയി. വൈജയന്തി നേരെ ശിവേട്ടന്റെ അടുത്ത് ചെന്ന്, അവള് പറഞ്ഞിട്ട് പോയത് കേട്ടോ ശിവേട്ട? മരിച്ചുപോയെന്നു പറഞ്ഞ എന്റെ കുഞ്ഞ് അവളാണത്രേ. ഇതിലും വലിയ തമാശ കേൾക്കാനുണ്ടോ? അലീന, അവളെ ഒരിക്കലും മകളായിട്ട് പോലും കാണാൻ എനിക്ക് പറ്റില്ല. ഞാനിത് വിശ്വസിക്കില്ല. അവൾക്കെന്റെ സ്വത്തുക്കൾ വേണം, വീട് വേണം. അതിനാണ് അവൾ ഈ പഴയ കഥയിൽ കയറി പിടിച്ചിരിക്കുന്നെ. അവളുടെ ബുദ്ധി നോക്ക് ശിവേട്ട. എന്റെ മോളാണെന്ന് പറഞ്ഞ ഞാന് അത് അപ്പാടെ അങ്ങ് വീങ്ങുമെന്ന് അവൾക്ക് തോന്നിക്കാണും. എന്നാൽ വൈജയന്തി ആരാണെന്ന് അവൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നവര് പറയുമ്പോ, എന്റെ വൈജയ്, അലീന നിന്റെ മോള് തന്നെയാണ്. നീ അവളെ മകളായി അംഗീകരിക്ക്, അത് സത്യമാണ്. ബാക്കിയൊന്നും എന്നോട് ചോദിക്കല്ലേ എന്ന് പറയുവാണ് ശിവേട്ടൻ. അപ്പൊ ഇതിന് പിന്നില് ശിവേട്ടനും കൂടി ഉണ്ടായിരുന്നു അല്ലെ? എന്റെ പഴയ കഥകളൊക്കെ ആ വേലക്കാരിക്ക് പറഞ്ഞു കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവളെ ഈ വീട്ടില് കേറ്റാൻ വേണ്ടിയിട്ടാണോ? മതി ശിവേട്ട, ഇതെന്നോട് വേണ്ടായിരുന്നു. ഒരാങ്ങളെയും പെങ്ങളോട് ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ നിങ്ങൾ ചെയ്തിരിക്കുന്നെ. ഇനി ആ അലീന അറിഞ്ഞതൊക്കെ ബാലചന്ദ്രന്റെ അടുത്തും എന്റെ മക്കളുടെ അടുത്തും ചെന്ന് പറഞ്ഞ എന്റെ കുടുംബജീവിതം എന്തായി തീരും? അതോർത്തോ നിങ്ങള്? അലീന ഇനി അവരോടിത് പറഞ്ഞാല് ഈ വൈജയന്തി പിന്നെ ജീവിച്ചിരിക്കില്ല. അങ്ങനെ പറഞ്ഞ് വൈജ പൊട്ടിക്കരയുവാണ്. അതിന് ഞാൻ അലീനയോട് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. പിന്നെ അലീന നിന്റെ പൂർവ്വകഥകൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലേ അവൾ ഒരിക്കലും അത് ചെന്ന് ബാലചന്ദ്രനോടോ നിന്റെ മക്കളോടോ പറയില്ല. അതോർത്ത് നീ പേടിക്കണ്ട വൈജെ എന്ന് മറുപടി കൊടുത്ത് ശിവേട്ടൻ പോയി. പിന്നീട് ബാലചന്ദ്രൻ മദ്യപിച്ച് ആ വീട്ടിലേക്ക് കയറി ചെല്ലുവാണ്. നിങ്ങൾ എപ്പോ മുതലാ ഈ ദുശീലം തുടങ്ങിയത്? ഈ വീട്ടിൽ മദ്യപിച്ച് വരരുതെന്ന് ഞാൻ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതൊന്നും കേൾക്കുന്നില്ലല്ലോ. മക്കള് നിങ്ങളെ കണ്ടല്ലേ പഠിക്കുന്നേ എന്ന് വൈജ ചോദിക്കുമ്പോ, എന്നെ ഒരു മദ്യപാനിയാക്കിയത് നീ ഒറ്റൊരുത്തിയാണ്. അലീന മോളില്ലാതെ നീറി നീറി ജീവിക്കുവായി വീട്ടില് ഞാൻ. നിന്റെ മുഖം കാണുമ്പോഴാണ് എനിക്ക് മദ്യപിക്കാൻ തോന്നുന്നത് എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ അകത്തേക്ക് കയറിപ്പോയി. അച്ഛന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവണമെങ്കിലേ അലീന ചേച്ചിയെ വീണ്ടും ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതമ്മ വിചാരിച്ചാൽ സാധിക്കും. അലീന ചേച്ചി വന്നാ നമുക്ക് നമ്മുടെ പഴയ അച്ഛനെ തിരിച്ചു കിട്ടും. അപ്പോ അമ്മ ഒന്ന് അലീന ചേച്ചിയെ വിളിക്ക് എന്ന് ബബിത വൈജിയോട് ആവശ്യപ്പെടുവാണ്. നിർത്തടി, വൈജയന്തി ഒരിക്കൽ കൂടി ജനിക്കണം. അങ്ങനെ സംഭവിക്കണമെങ്കില് നിങ്ങളുടെ അച്ഛൻ കുടിച്ച് കുടിച്ച് ചത്താലും ശരി, ഞാൻ അലീനയെ വീട്ടിലേക്ക് കാല് കുത്തിക്കില്ല. ഇത് ഈ വൈജിയുടെ പ്രതിജ്ഞയാണ് എന്ന് മറുപടി കൊടുത്ത് അവരകത്തേക്ക് പോയി. എന്താ ചേച്ചി, നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെയായി പോയത്? ഇതിനിടയിൽ കിടന്ന് അനുഭവിക്കുന്നത് ഞങ്ങൾ മക്കളാണെന്ന് അവർക്കൊന്ന് ഓർത്തൂടെ? രണ്ടുപേർക്കും വലുത് അവരവരുടെ ശരികളാണ്. ഞങ്ങളെക്കുറിച്ച് അവർക്കൊരു ചിന്തയുമില്ല.
എന്ന് കൃഷ്ണ പറയുമ്പോ അത് ശരിയാണ്, ഇങ്ങനെ പോയാ എങ്ങനെ ഇവിടെ ജീവിക്കുന്നേ? നമ്മുടെ ഭാവി ജീവിതമാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നേ. അലീന ചേച്ചി പോയതോടെ ഈ വീട് ഒരു വീടല്ലാതായി മാറി. ഫുൾ നെഗറ്റീവ് എനർജിയാ ഈ വീട് മൊത്തം. അതുകൊണ്ട് ഞാൻ കോളേജിനടുത്ത് ഒരു ഹോസ്റ്റലിലേക്ക് മാറാൻ തീരുമാനിച്ചു. രോഹിതേട്ടനും എക്സാം കഴിഞ്ഞാലുടനെ ബാംഗ്ലൂർക്ക് പോകൂ എന്നാ പറഞ്ഞത് മനുവേട്ടൻ്റെ അടുത്ത്. ഇനി അച്ഛൻ്റെയും അമ്മയുടെയും വഴക്കിനിടയില് പെട്ടുപോകുന്നത് നീ മാത്രമാണ് കൃഷ്ണൻ. നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് എന്ന് ബബിത പറഞ്ഞത് കേട്ട് കൃഷ്ണയാകെ വല്ലാതായി നിൽക്കുവാണ്. അടുത്ത ദിവസം അലീനയ്ക്ക് രോഹിത്തിന്റെ കോൾ വരുവാണ്. ഒരു സങ്കടമുള്ള കാര്യം പറയാനുണ്ട്, അതിനാ ഞാൻ വിളിച്ചത്. അച്ഛൻ പോയി അലീന ചേച്ചി, ഞങ്ങളെയൊക്കെ തനിച്ചാക്കിയിട്ട്. ഇന്നലെ രാത്രി ചെറിയൊരു നെഞ്ചുവേദനയുണ്ടായി. ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ പറ്റിയില്ല. അലീന ചേച്ചി പോയതോടെ അച്ഛൻ്റെ ആരോഗ്യമൊക്കെ മോശമായിക്കൊണ്ടിരിക്കുമായിരുന്നു. ഏതു നേരവും മദ്യമായിരുന്നു. ആര് പറഞ്ഞാലും കേൾക്കത്തില്ലായിരുന്നു. ഇപ്പോൾ അതിൻ്റെ നഷ്ടം അതനുഭവിക്കുന്നത് ഞങ്ങളാ എന്നു പറഞ്ഞ് അവൻ ഫോൺ വെച്ചു. ഇതൊക്കെ കേട്ട് അലീനയൊക്കെ വല്ലാതായി നിൽക്കുവാണ്. അലീന നേരെ ചെന്ന് സ്റ്റാൻലിയോട് ഈ വിവരം പറഞ്ഞു. അച്ഛൻ മരിച്ചെന്നും ഉടനെ വീട്ടിലേക്ക് പോകണമെന്നും പറഞ്ഞ് അലീന കരഞ്ഞപ്പോൾ സ്റ്റാൻലി അവളെയും കൂട്ടിക്കൊണ്ട് ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അച്ഛൻ്റെ ബോഡി കണ്ട് നിലവിളിച്ചോടുവാണ് അലീന. അവളെ കണ്ട് രോഹിത്തും കൃഷ്ണയും ബബിതയൊക്കെ അലമുറയിട്ട് കരയാൻ തുടങ്ങി. എന്നാൽ സ്റ്റാൻലി തെരഞ്ഞത് ബാലചന്ദ്രനെയും മക്കളെയും ആയിരുന്നില്ല. അയാളുടെ ശ്രദ്ധ മുഴുവൻ വൈജയന്തിയിലേക്കായിരുന്നു. ഭർത്താവ് മരിച്ചിട്ടും വൈജയന്തിയുടെ മുഖത്ത് വലിയ സങ്കടമൊന്നും കാണാനില്ലല്ലോ. അവൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എനിക്കറിയാവുന്നതല്ലേ എൻ്റെ വൈജയന്തിയെ. എനിക്കൊരു ചെറിയ മുറിവ് പറ്റിയാലും അവള് അലമുറയിട്ട് കരയും. അങ്ങനെ ഒരു പെൺകുട്ടിയായിരുന്നു. പക്ഷെ ഇന്ന് അവൾ ആകെ മാറിപ്പോയി, ആകെ ക്ഷീണിച്ചിരിക്കുന്നു എന്നൊക്കെ ഓർത്ത് സ്റ്റാൻലി വൈജയെ ദൂരെ നിന്ന് നോക്കുവാണ്. പെട്ടെന്ന് വൈജയന്തി അയാളെ കാണാനിടയാവുകയാണ്. സ്റ്റാൻലിയെ കണ്ട് വൈജ ഒന്ന് പരങ്ങി പോവാണ്. ബാലചന്ദ്രൻ മരിച്ചു കിടക്കുന്നതൊക്കെ വൈജയന്തി മറന്നുപോയി. സ്റ്റാൻലിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുവാണ്. ഇങ്ങനെന്തിനാ ഇത്രയും വർഷം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നേ? അതിനെങ്ങനെ ധൈര്യം വന്നു? അതും ബാലചന്ദ്രന്റെ മരണവിവരം അറിഞ്ഞ്. സ്റ്റാൻലിക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ. എന്നെ ചതിച്ചു പോയവനാണ്. അതും ഞാൻ 9 മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്ത്. എന്നിട്ടും എൻ്റെ വീട്ടുമുറ്റത്തേക്ക് എങ്ങനെ വരാൻ തോന്നി ഇയാൾക്ക് എന്നൊക്കെ ഓർത്ത് വൈജ ആകെ നീറിപ്പുകയുകയാണ്. പിന്നീട് ബാലചന്ദ്രന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അലീനയെ വിളിച്ച് തിരിച്ചു പോകാൻ ഒരുങ്ങുവാണ് സ്റ്റാൻലി. എന്നാൽ അലീന വന്ന്, പപ്പ അങ്ങനെ പോവാൻ പറ്റില്ല. അമ്മ ഇന്ന് തനിച്ചാണ്. ഭർത്താവ് മരിച്ചു. ഇനിയെങ്കിലും സത്യങ്ങൾ തുറന്നു പറഞ്ഞാല് എൻ്റെ ഭാരം ഇറക്കി വെക്കാൻ പറ്റൂ. ഞാനൊരിക്കൽ സത്യങ്ങൾ പറഞ്ഞതാ എന്ന അമ്മ എന്നെ പാടെ തള്ളിക്കളഞ്ഞു. ഇനി പപ്പ ചെന്ന് പറഞ്ഞാല് അമ്മയ്ക്കെല്ലാം വിശ്വാസമാകൂ. ചെന്ന് പറ പപ്പ, ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും മോളാണെന്ന്. അങ്ങനെ അലീന സ്റ്റാൻലിയോട് ആവശ്യപ്പെട്ടു. മോളെ, അത് 24 വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ കാമുകിയെ ഞാൻ കാണുന്നത്. അമ്മയുടെ മുന്നിൽ ചെന്ന് ഇതൊക്കെ വിളിച്ചു പറയാൻ ഞാൻ ഒരുക്കുവാണ്. കാരണം ഇപ്പോഴും അവളുടെ മനസ്സിൽ ഞാൻ അവളെ ചതിച്ച് കടന്നു കളഞ്ഞവനാണ്. ആ തെറ്റിദ്ധാരണ എനിക്ക് തിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി വൈജയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. അയാളെ കണ്ട് വൈജയ്ക്ക് നല്ല ദേഷ്യം തോന്നി. 23 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കൺമുന്നിലേക്ക് വരാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു സ്റ്റാൻലി? എൻ്റെ ജീവിതം തകർത്തവനാ നിങ്ങൾ. അങ്ങനെയുള്ളവൻ്റെ മുഖം കാണണമെന്ന് എനിക്കൊട്ടും താല്പര്യമില്ല. ഭർത്താവ് മരിച്ച സ്ത്രീയാ ഞാനിപ്പോ. ചുരുക്കി പറഞ്ഞ വിധവ. ആ സമയത്ത് ഇങ്ങനൊരു കൂടിക്കാഴ്ച അതിനി വേണ്ട. ഇറങ്ങിപ്പോകുന്നതാ നിങ്ങൾക്ക് നല്ലത് എന്നു പറഞ്ഞ് വൈജ അയാളോട് തട്ടിക്കയറുവാണ്. വൈജയന്തി, പ്ലീസ്, എനിക്കൊരവസരം കൂടി നീ തരണം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ വിചാരിക്കുന്നത് പോലെ ഞാൻ വഞ്ചകനോ നിന്നെ ഗർഭിണിയായ ശേഷം ഉപേക്ഷിച്ച് ഓടിക്കളഞ്ഞവനോ ഒന്നുമല്ല. അതൊക്കെ നിന്റെ അച്ഛനും നിന്റെ ആങ്ങളമാരും കൂടി എനിക്ക് ചാർത്തി തന്ന വെറും വേഷം മാത്രമായിരുന്നു. ഞാൻ നിന്നെ ചതിച്ച് ഓടിപ്പോയതല്ല വൈജയെ. നമ്മുടെ വിവാഹക്കാര്യം എൻ്റെ അപ്പച്ചൻ്റെ അടുത്ത് പറയാനായി ഞാൻ വീട്ടിലേക്ക് പോയ അന്ന് രാത്രി നിന്റെ അച്ഛനും ആങ്ങളമാരും
എന്നെ മനഃപൂർവ്വം ആക്സിഡന്റ് ഉണ്ടാക്കി എന്നെ കിടപ്പിലാക്കി എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ ആ സമയത്ത് അവർ നിന്റെ കല്യാണം നടത്തി. എഴുന്നേറ്റ് വരുമ്പോൾ ആ സമയത്താണ് ഞാൻ എല്ലാം അറിഞ്ഞത്. നിന്റെ കല്യാണം കഴിഞ്ഞെന്നും നമ്മുടെ കുഞ്ഞ് മരിച്ചുപോയെന്നും. എന്നാൽ അതെല്ലാം നിന്റെ ബന്ധുക്കളുടെ പദ്ധതിയായിരുന്നു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് സ്റ്റാൻലി പറഞ്ഞത് കേട്ട് വൈശാഖ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ എന്നെ ചതിച്ചത് നിങ്ങളല്ലായിരുന്നോ? എൻ്റെ ബന്ധുക്കൾ തന്നെ ആയിരുന്നോ? എൻ്റെ കുഞ്ഞ് മരിച്ചെന്ന് പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നല്ലേ? എൻ്റെ കുഞ്ഞ് ഇപ്പം എവിടെയുണ്ട് സ്റ്റാൻലി? എനിക്ക് അവളെ വേണം എന്ന് പറഞ്ഞ് വൈജ പൊട്ടിക്കരയുവാണ്. വൈജയന്തി, ഇത്രയും നാള് നിന്റെ കൺമുന്നിൽ തന്നെ നമ്മുടെ മോളുണ്ടായിരുന്നു. പക്ഷെ നീ അത് കാണാൻ ശ്രമിച്ചില്ലല്ലോ. അലീന മോളാ നിന്റെ മുന്നിൽ വന്ന് നിന്ന് മോൾ ഒരിക്കൽ പറഞ്ഞതല്ലേ അവള് നിന്റെ മോളാണെന്ന്. എന്നിട്ട് നീ അത് വിശ്വസിച്ചോ? എന്നാ കേട്ടോ, അലീന നിന്റെ എൻ്റെ മോളാണ്. ഞാൻ പറഞ്ഞ നിനക്ക് വിശ്വാസമല്ലേ എന്ന് സ്റ്റാലി ചോദിച്ചു. സ്റ്റാലി, എനിക്ക് വിശ്വാസമാണ്. എൻ്റെ മോള്, അവളോട് ഞാൻ ചെയ്തത് ഓർക്കുമ്പോൾ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല സ്റ്റാൻലി. അവളെ കാണാൻ പോലും ഞാൻ അർഹയല്ല. ലോകത്തിലെ ഏറ്റവും ക്രൂരയായ അമ്മ അതീ വൈജയന്തിയാണ്. എനിക്കിനി ജീവിക്കണ്ട. അലീന മോളെ എന്ന് വിളിക്കാൻ പോലും യോഗ്യതയില്ലാത്ത സ്ത്രീയാ ഞാൻ എന്ന് പറഞ്ഞ് മരിക്കാനായി പോവാണ് വൈജയന്തി. എന്നാൽ സ്റ്റാൻലി ഓടി വന്ന് അവളുടെ കയ്യിൽ പിടിച്ച്, നിന്നെ മരണത്തിന് വിട്ടുകൊടുത്തിട്ട് പോകാൻ എനിക്ക് പറ്റില്ല ജയന്തി. അലീനെ നീ ദ്രോഹിച്ചത് അറിഞ്ഞുകൊണ്ടല്ലോ. എല്ലാത്തിനും നമുക്ക് പ്രായശ്ചിത്തം ചെയ്യാം. അലീന ഇപ്പോഴും നിന്റെ സ്നേഹം കാത്തു നിൽക്കുക. ചില്ല്, നമ്മുടെ മോള അവള് പുറത്ത് നിൽക്കുവാണ്. അവളാ എന്നെ എല്ലാം തുറന്നു പറയാനായി ഈ മുറിയിലേക്ക് വിട്ടത് എന്ന് സ്റ്റാൻലി പറഞ്ഞപ്പോ വൈജയന്തി കണ്ണു തുടച്ചുകൊണ്ട് അലീനയുടെ അടുത്തേക്ക് ഓടി ചെല്ലുവാണ്. തൻ്റെ അമ്മ ഒരമ്മയുടെ വാത്സല്യവുമായി തൻ്റെ അരികിലേക്ക് വരുന്ന കാഴ്ച കണ്ട് അലീനയാകെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുവാണ്.